നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പാടവരമ്പുകളുണ്ടാകും. പകൽ വെളിച്ചത്തിൽ അതിലൂടെ നടക്കാൻ ഒരു രസമാണ്. പക്ഷെ ചില വഴികളുണ്ട്, അസ്തമയം കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത വഴികൾ. അങ്ങനെ ഒരു പാടവരമ്പത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഴക്കാലത്ത് മാത്രം തെളിയുന്ന ആരുമില്ലാത്ത ഒരു ഒറ്റയടിപ്പാത. അവിടുത്തെ കാറ്റിനു പോലും ഒരു പ്രത്യേക ശബ്ദമാണ്. കരിയിലകൾ കൂട്ടി ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദം. നഗരത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് രാഹുൽ നാട്ടിലെത്തിയതായിരുന്നു. ഒരു ദിവസം വൈകി വീട്ടിലേക്കുള്ള വഴി കുറക്കാൻ അവൻ ആ പാടവരമ്പത്തിലൂടെ നടക്കാൻ തീരുമാനിച്ചു. ചുറ്റും ഇരുട്ട്, ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഒത്തുകൂടുന്നുണ്ട്. അവൻ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് കേട്ടു, പിന്നിൽ നിന്ന് ആരോ തൻ്റെ പേര് വിളിക്കുന്നു. രാഹുൽ. അവൻ ഞെട്ടിപ്പോയി. ആരുമില്ലാത്ത പാടത്ത് ആരാണ് വിളിക്കുന്നത്? അവൻ ടോർച്ചെടുത്ത് പിന്നിലേക്ക് പ്രകാശമടിച്ചു. ആരുമില്ല. പക്ഷെ ആ കരിയിലകൾക്കിടയിൽ മഴ നനയാത്ത ചെളിയിൽ ആരോ നടന്നതിൻ്റെ പുതിയ കാൽപ്പാടുകൾ. ആ പാടുകൾ നേരെ അവൻ പോകുന്ന വഴിയിലേക്കാണ് നീളുന്നത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കാൽപ്പാടുകൾ രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പേടിയോടെ നടക്കാൻ തുടങ്ങി. കാൽപ്പാടുകൾക്കൊപ്പം അവനും നടന്നു. രാഹുൽ ശ്വാസമടക്കി പിടിച്ച് വീട്ടിലേക്ക് ഓടി. പിന്നിൽ കാൽപ്പെരുമാറ്റം കേൾക്കുന്നുണ്ടോ എന്നവൻ പേടിയോടെ ശ്രദ്ധിച്ചു. പക്ഷെ വായുവിൻ്റെയും കരിയിലകളുടെയും ശബ്ദം മാത്രം. കിതച്ചുകൊണ്ട് അവൻ വീട്ടിലെത്തി വാതിൽ കുറ്റിയിട്ടു. പുറത്ത് മഴ തുടങ്ങിയിരുന്നു. അവൻ ടോർച്ചണച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ പാടവരമ്പത്ത് ടോർച്ച് വെളിച്ചം പോലെയൊന്ന് മിന്നി മറയുന്നു. അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയ അവൻ അവിടുത്തെ തറയിൽ നോക്കി തരിച്ചു നിന്നു. നനഞ്ഞ ചെളി നിറയെ പാദമുദ്രകൾ. വീടിൻ്റെ മുൻവാതിൽ അടച്ചിട്ടതാണ്. പിന്നിലെ വാതിൽ താൻ തുറന്നതുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ചെളിപ്പാദങ്ങൾ വീടിനുള്ളിലെത്തിയത്? പെട്ടെന്ന് വീടിൻ്റെ മുകൾ നിലയിൽ നിന്നൊരു ശബ്ദം. ഒരു ഫോട്ടോ ഫ്രെയിം താഴെ വീണ് തകരുന്ന ശബ്ദം. രാഹുൽ വിറക്കുന്ന കാലുകളോടെ മുകളിലേക്ക് നടന്നു. അവൻ്റെ അച്ഛൻ്റെ പഴയ ഫോട്ടോ ഫ്രെയിമാണ് താഴെ വീണ് കിടക്കുന്നത്. അവൻ അത് കുഞ്ഞിഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ തകർന്ന ഗ്ലാസ്സിനിടയിൽ നിന്ന് ഒരു പഴയ കടലാസ് കഷ്ണം താഴേക്ക് വീണു. അതൊരു കത്താണ്. മഞ്ഞ നിറം പിടിച്ച കടലാസ്. അതിലെ അക്ഷരങ്ങൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു. അവനത് വായിച്ചു. 20 വർഷം മുമ്പ് തൻ്റെ അച്ഛൻ അപ്രത്യക്ഷനായ അന്ന് രാത്രി എഴുതിയതാണ് ആ കത്ത്. അതിലിങ്ങനെ എഴുതിയിരുന്നു: രാഹുൽ, നീ ഇത് വായിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാൻ ആ പാടവരമ്പത്തേക്ക് വന്നിട്ടുണ്ടാകും. എൻ്റെ കൈവശമുള്ള ആ രഹസ്യം നിന്നെ ഏൽപ്പിക്കണം. ഞാൻ വരുന്നുണ്ട്. 20 വർഷം മുമ്പ് എഴുതിയ കത്ത്. അന്ന് അപ്രത്യക്ഷനായ അച്ഛൻ ഇന്ന് രാഹുലിനെ കാണാൻ വരുന്നു എന്ന്. രാഹുൽ ആ കത്ത് വീണ്ടും വീണ്ടും വായിച്ചു. അപ്പോൾ വീടിൻ്റെ പുറത്ത് ആ കരിയിലകൾ ചവിട്ടുന്ന ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ അത് വീടിൻ്റെ ഉമ്മറത്ത് വന്നു നിന്നു. രാഹുൽ വിറക്കുന്ന കാലുകളോടെ ഉമ്മറത്തേക്ക് നടന്നു. അച്ഛൻ്റെ കത്തുമായി അവൻ വാതിലിൻ്റെ കൊളുത്ത് പതുക്കെ തുറന്നു. മുന്നിൽ ആരുമില്ല. കരിയിലകൾ മാത്രം അലക്ഷ്യമായി ചിതറിക്കിടക്കുന്നു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു നിഴൽ രൂപം പാടവരമ്പത്തേക്ക് നടന്നു പോകുന്നത് അവൻ കണ്ടു. രാഹുൽ ആ രൂപത്തിന് പിന്നാലെ ഓടി. മഴയുടെ ശക്തി കൂടിയിരുന്നു. പാടവരമ്പത്തെ ആ പഴയ കിണറ്റിൻകരയിൽ ആ രൂപം നിന്നു. രാഹുൽ നോക്കിയപ്പോൾ അതവൻ്റെ അച്ഛനായിരുന്നു. രാഹുൽ വിളിച്ചു, അച്ഛാ. ആ രൂപം പതുക്കെ തിരിഞ്ഞു. അതവൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. 20 വർഷം മുമ്പ് കാണാതായ അവൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴയ തുകൽ സഞ്ചി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാഹുൽ, അന്ന് രാത്രി നാട്ടിലെ ചില പ്രമാണികൾ ചേർന്ന് എന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ടു. അവർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തറവാടിൻ്റെ ഭൂമിരേഖകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അത് ഈ കിണറ്റിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു. അദ്ദേഹം ആ സഞ്ചി രാഹുലിന് നേരെ നീട്ടി. ഇനി നീയാണിത് പുറത്തു കൊണ്ടുവരേണ്ടത്. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു ടോർച്ച് വെളിച്ചം വരുന്നത് കണ്ടു. നാട്ടിലെ പ്രമാണിമാർ രാഹുലിനെ പിന്തുടർന്നു വരികയാണ്. അച്ഛൻ പറഞ്ഞു, അവരുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളൂ. രാഹുൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അച്ഛനില്ല, ഒരു നിഴൽ മാത്രം. രാഹുൽ ആ സഞ്ചി തുറന്നു നോക്കി. അതിൽ വെറും പേപ്പറുകളായിരുന്നില്ല, മറിച്ച് ആ പ്രമാണിമാരുടെ കള്ളക്കളികൾ തെളിയിക്കുന്ന ആധാരങ്ങളായിരുന്നു. രാഹുൽ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പിറ്റേന്ന് ആ നാട്ടിൽ വലിയൊരു വാർത്ത തന്നെ ഉണ്ടായി. പ്രമാണിമാർ പിടിയിലായി. തറവാട് തിരികെ ലഭിച്ചു. പക്ഷേ ഇന്നും മഴയുള്ള രാത്രികളിൽ ആ പാടവരമ്പത്ത് കൂടി നടക്കുമ്പോൾ രാഹുൽ കേൾക്കാറുണ്ട് കരിയിലകളുടെ ആ മർമ്മരം. അച്ഛൻ ഇപ്പോഴും അവിടെയുണ്ടോ? അതോ അതൊരു ഓർമ്മയാണോ?